വെൽക്കം ടു our യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഉച്ചയ്ക്കത്തെ അതിന് മുന്നേ മെനു പറയുന്നതിന് മുന്നേ ഇന്നലെ ആണെങ്കിൽ എബിക്കുട്ടനാണെങ്കിൽ ടി വിയിൽ എന്തോ കണ്ട് മമ്മ ബനാന ലീഫിൽ റൈസ് ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞു. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി അത് പൊതിച്ചോറിന്റെ കാര്യമാണ് എബിക്കുട്ടൻ പറയുന്നത്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ വിചാരിച്ചു ലഞ്ചിന് വേണ്ടി പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിരിക്കുകയാണ്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഈ ചൈന ആണെങ്കിൽ പൊതിച്ചോറൊക്കെ കെട്ടും. അത് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാം. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഈ ചായ നേരത്തെ എണ്ണീറ്റു. ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായി. അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നേരത്തെ എണ്ണീറ്റായിരുന്നു. ആളാണെങ്കിൽ പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നത്. എന്നാലേ ഒരു ഉന്മേഷം വരുവുള്ളൂ എന്നാ പറഞ്ഞേ. എബിക്കുട്ടനാണെങ്കിൽ പിന്നെ നേരത്തെ തന്നെ എണ്ണീറ്റു. ഇച്ചോട്ടന് ഇതുവരെ എണ്ണീറ്റിട്ടില്ല. നല്ല ഉറക്കാണ്. അങ്ങനെ ഇത്രയും ദിവസത്തെ മഴ കഴിഞ്ഞിട്ട് ഇന്നാണ് വെയിൽ കണ്ടത്. ഒരു ലോഡ് തുണി നനയ്ക്കാനുണ്ടായിരുന്നു. മഴ കാരണമാണെങ്കിൽ നനയ്ക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഇന്ന് നല്ല ക്ലൈമറ്റ് കണ്ടതുകൊണ്ട് എല്ലാ തുണിയും നനച്ചിട്ടാണെങ്കിൽ ടെറസിൽ കൊണ്ട് ഞാൻ വിരിച്ചു. അങ്ങനെ ഇച്ചൂട്ടനാണെങ്കിൽ ഉറങ്ങി എണ്ണീറ്റ വശം തന്നെ രണ്ടുപേരും കൂടി ആ ടോയ്സ് നിറച്ച ബോക്സ് ആണെങ്കിൽ അങ്ങോട്ട് നിരത്തിയിട്ടു. ഞാൻ പൊതിച്ചോറിന് വേണ്ടി കൂട്ടാനും കറികളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇന്ന് ബീഫ് റോസ്റ്റ് ചെയ്തതും ചമ്മന്തിയും പിന്നെ പയറ് തോരനും അച്ചാറും മുട്ടയുമാണ് ഇന്ന് പൊതിച്ചോറിലേക്ക് വെക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാം റെഡിയായി. ഇനി ബീഫും കൂടി ഉള്ളു റെഡി ആവാൻ. പാട്ട് കേട്ടു ഇച്ചൂട്ടൻ ഭയങ്കര ഡാൻസ് ആയിരുന്നു. എബിക്കുട്ടനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ അവന് താല്പര്യമേ ഇല്ലായിരുന്നു. അങ്ങനെ ഇന്നും ഞങ്ങൾ എല്ലാവരും കൂടി കടയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് പോകാൻ നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇന്ന് സ്കൂട്ടിയിലാണ് കടയിലേക്ക് പോകുന്നത്. കാറാണെങ്കിൽ കടയിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. മഴ കാരണം ഒരു ദിവസം കാർ എടുത്തിട്ട് കടയിലാണ് കൊണ്ടുപോയത്. അപ്പം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കാറിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് എത്തി. ആകെ ലേറ്റായി. 3 മണിയായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പം. ഭയങ്കരമായിട്ട് വിശക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറും കൂടി ആയതുകൊണ്ടാന്ന് തോന്നുന്നു വിശപ്പ് ഭയങ്കര കൂടുതലായിരുന്നു. ഇതാണ് വിമൻ പറഞ്ഞ പൊതിച്ചോറ്. ഇന്നലെ പറഞ്ഞില്ലേ ബനാന ലീഫിൽ പൊതിഞ്ഞു തരാൻ പറഞ്ഞില്ലേ മമ്മ അടുത്ത്? അതാണ് ഇത്. ഹാപ്പി കഴിക്ക് മുട്ട കഴിക്ക്. ആണോ? ഇച്ചൂട്ടനും പൊതിച്ചോറാണ് കഴിക്കുന്നത്. ഇച്ചൂട്ടനും പൊതിച്ചോറാ. ഇച്ചൂട്ടാ പൊതിച്ചോറാണോ കഴിക്കണേ? ആണോ? ഇച്ചൂട്ടന് ഇഷ്ടപ്പെട്ടു അല്ലേ? ഇച്ചൂട്ട് ഒരു സ്ഥലത്ത് നിൽക്കടാ. അങ്ങനെ കുട്ടികൾ ഫുഡ് കഴിച്ചു. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേണം. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇന്ന് പോകുന്നുണ്ട്. കുറേ ദിവസം മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പം ഇന്ന് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ കൂടുതലും കോത്തഗിരി റോഡാണ് പ്രിഫർ ചെയ്യുന്നത്. ആ റൂട്ട് അടിപൊളി റൂട്ടാണ്. എത്ര ട്രാവൽ ചെയ്താലും മടുക്കാത്ത ഒരു റോഡ് തന്നെയാണത്. അവിടുത്തെ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ അടിപൊളിയാണ്. അങ്ങനെ എബിക്കുട്ടനാണെങ്കിൽ സ്വെറ്ററൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. സ്കൂളൊക്കെ തുറക്കാറായല്ലോ. അപ്പം ഇതുവരെയും യൂണിഫോം ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടുമ്പം ജൂൺ ലാസ്റ്റ് ആവും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതുവരെ നമ്മൾ കളർ ഡ്രസ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് സ്വെറ്ററൊക്കെ മേടിക്കാനും കൂടിയാണ് ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ എബിക്കുട്ടൻ ഇന്ന് പാർക്കിലേക്ക് പോയി കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കോത്തഗിരി ടീ പാർക്കിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഇട്ടത് ഈ കോത്തഗിരി ടീ പാർക്കിൻ്റെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തണുപ്പും കാറ്റുമായിരുന്നു. അല്ലെങ്കിലും ഇന്ന് തണുപ്പ് കുറച്ച് കൂടുതലാണ്. ഞാനവിടെ ചെന്നപ്പോൾ തന്നെ സ്വെറ്ററൊക്കെ ഇട്ടു. ചൈനാണെങ്കിൽ ഈ തണുപ്പത്താണെങ്കിൽ ക്യാപ്പൊന്നും യൂസ് ചെയ്യാത്ത ആളാണ്. ഇന്നെന്താവോ
വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ പറഞ്ഞു എൻ്റെ ക്യാപ്പ് എടുത്തോ എന്ന് പറഞ്ഞു. പിന്നെ ഫുൾ ടൈം ക്യാപ്പായിരുന്നു ഇച്ചായൻ. കുട്ടികൾ രണ്ടുപേരും നല്ല എൻജോയ് ചെയ്യുമായിരുന്നു. ആദ്യമാണെങ്കിൽ ഇച്ചൂട്ടൻ ഇറങ്ങാൻ മടിയായിരുന്നു, ബിക്കോസ് തണുപ്പ് കാരണം കൊണ്ട് അവൻ ഇറങ്ങുന്നില്ലായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് നല്ലവണ്ണം അവൻ കളിക്കുമായിരുന്നു അവിടെ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ടീ പാർക്കിൽ പോയപ്പം ഇത്രയും ഫ്ലവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം പോയപ്പം കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതും ചെറിയ ഫ്ലവേഴ്സ് അല്ല, എല്ലാം വലിയ വലിയ ഫ്ലവേഴ്സ് ആയിരുന്നു. കാണാൻ തന്നെ അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു. ഈ ടീ പാർക്കിൻ്റെ സെൻട്രലാണെങ്കിൽ ഒരു ഗോപുരം പോലെ പണിഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ചുറ്റുമാണെങ്കിൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിമനോഹരമായിരുന്നു എല്ലാം കാണാൻ. ഞാനും കുട്ടികളും ആണെങ്കിൽ അവിടെ ഓടി എൻജോയ് ചെയ്ത് കളിക്കുകയായിരുന്നു. We've been living in sin so long, all the fields are gone. Fella stopped me on the street last night, said everything's alright. ഞങ്ങൾ ടീ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഊട്ടി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എബിക്കുട്ടൻ ആദ്യം വേണ്ടത് മാഷ്മെലോസ് ആണ്. ഇവിടുത്തെ മാഷ്മെലോസ് അടിപൊളി ടേസ്റ്റ് ആണ്. പോയ പ്രാവശ്യം ഞങ്ങൾ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഉള്ള കളർ മാഷ്മെലോസ് ആണ് മേടിച്ചത്. ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി പിങ്ക് ആൻഡ് വൈറ്റ് കളർ ആണ് മേടിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനിയാണെങ്കിൽ ഞങ്ങൾ അടുത്തത് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഒരു കടയുണ്ട്. നോയമ്പ് കഴിഞ്ഞിട്ട് ഇതുവരെയും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ചിക്കൻ പാസ്തയും ചിക്കൻ ഫ്രൈഡ് റൈസും കൂടി കഴിക്കാനാണ് ഇന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അത് കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ചായ കുടിക്കാൻ തോന്നി. പിന്നെ ഞങ്ങൾ വേറെ കടയിൽ പോയിട്ടാണെങ്കിൽ ഒരു ബജ്ജിയും ചായയും കുടിക്കാൻ പോയി. നല്ല ചൂട് ബജ്ജിയായിരുന്നു. ഇതിന് കൂടെ ആണെങ്കിൽ ഒരു ചട്നി തരും. ആ ചട്നി തീർന്നു പോയി ഗൈസ്. അങ്ങനെ എന്തായാലും ബജ്ജി കഴിച്ച് മാത്രം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. എബിക്കുട്ടാണെങ്കിൽ ബജ്ജി കഴിച്ചില്ല. ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ കുറച്ച് പാസ്തയും ഫ്രൈഡ് റൈസും ഒക്കെ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചായ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ ചായനാണെങ്കിൽ എബിക്കുട്ടനോട് പറഞ്ഞു നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത്. അവൻ പറഞ്ഞു എനിക്ക് വേണ്ട, പക്ഷെ എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞപ്പം പിന്നെ കംപ്ലീറ്റ് ചായ അവനാ കുടിച്ചു തീർത്തത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ മിഥുനേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവർ കുന്നൂർ വന്നപ്പം വീട്ടിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവർ പ്ലാൻ മാറ്റി. ഞങ്ങൾ കുറേ ആയി ഒരുമിച്ച് കൂടിയിട്ട്, അതുകൊണ്ട് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തു. പിന്നെ പിള്ളേരെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഒച്ചപ്പാടും ബഹളം തന്നെയാണ്. പിന്നെ തിരിച്ച് വീട്ടിൽ പോകുക എന്ന് പറയുമ്പോൾ എബിക്കുട്ടനായാലും പാത്തൂട്ടി ആയാലും രണ്ടുപേർക്കും ഭയങ്കര മടിയാണ്. പിന്നെ അവിടെ കരച്ചിലും ബഹളവും തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.